ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ വനൂസ് വേൾഡ്. ഞാൻ എവിടെയോ പോകുന്നതെന്നല്ലേ നിങ്ങളിങ്ങനെ ആലോചിക്കുന്നത്? വേറെ എവിടെയല്ല കേട്ടോ. ഇപ്പം തലശ്ശേരിക്കാരും കണ്ണൂരുകാരും ഒക്കെ പോകുന്നത് ഈ ഒരു സ്ഥലം കണ്ടുപിടിക്കാൻ കുറച്ച് കഷ്ടപ്പെട്ടെങ്കിലും ലൊക്കേഷൻ നോക്കി അഡ്ജസ്റ്റ് ചെയ്യട്ടോ. ഞാനിപ്പോൾ തലശ്ശേരിയിൽ നിന്ന് ഏകദേശം ഒരു മണി 1:30 ആ ഒരു ടൈമിലായിരുന്നു പുറപ്പെട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവിടുന്ന് ബ്ലോക്ക് കാര്യങ്ങൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഏകദേശം ഒരു 2:30-3 മണിയാകുമ്പോഴത്തേക്ക് ഈ ഒരു സ്ഥലത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു സ്ഥലം എന്ന് പറയുന്നത് വേറെ എവിടെയും അല്ല, നമ്മുടെ കണ്ണൂർ അയ്യൂർ എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ്. നല്ല അടിപൊളി സൺഫ്ലവർ ഗാർഡൻ കാണാനാണ് ഞാനിപ്പോൾ പോകുന്നത് കേട്ടോ. ഈ ഒരു സ്ഥലത്തേക്ക് നമ്മൾ പോകുമ്പോൾ തന്നെ നല്ല പ്രകൃതി രമണീയമായ സ്ഥലമാണ് കേട്ടോ. കാണുമ്പോൾ തന്നെ നല്ല രസമാണ്, നല്ല കാറ്റാണ് ഇവിടെ, നല്ല വെയിലാണ്, എന്നാൽ അതിനനുസരിച്ചിട്ടുള്ള കാറ്റും ഉണ്ട് കേട്ടോ. ഞാനും ഇതുപോലെ തന്നെ റീൽസും അതുപോലെ തന്നെ വീഡിയോസൊക്കെ കണ്ട് ഇൻട്രസ്റ്റ് ആയിട്ടാണ് ഇവിടെ എത്തിയത് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ സൺഫ്ലവർ ഗാർഡൻ കാണാൻ ഒന്നെങ്കിലും മൈസൂർ, ബാംഗ്ലൂർ അങ്ങനത്തെ അങ്ങോട്ടുള്ള സ്ഥലത്ത് പോയാലേ നമ്മൾ ആ ഒരു ആംബിയൻസിലുള്ള സൺഫ്ലവർ ഗാർഡൻ നമുക്ക് കാണാൻ പറ്റുള്ളൂ. എന്നാൽ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നമ്മളെ നാട്ടിൽ തന്നെ നമുക്കിത് കാണാൻ പറ്റുകയാണെങ്കിൽ അതിലും വലിയ സന്തോഷം വേറെ ഇല്ലല്ലോ. അതുമാത്രമല്ല ഇവിടെ കയറാനാണെങ്കിൽ 5 പൈസൻ്റെ മുടക്കൊന്നുമില്ല കേട്ടോ. നമ്മളിങ്ങനെ അങ്ങ് പോയാൽ മതി, നല്ല കാറ്റാണ്. എനിക്ക് തോന്നുന്നു ഈ ഒരു സമയത്തിനെക്കാട്ടും വൈകുന്നേരമായിരിക്കും നല്ലൊരു എന്താ പറയുക, നമുക്ക് ചൂടൊന്നും തട്ടാണ്ട് നല്ല കാറ്റോടുകൂടി ആസ്വദിച്ചിട്ട് നടക്കാൻ പറ്റുന്ന ആ ഒരു ടൈം ഒരു 4 മണി ആ ഒരു ടൈമായിരിക്കും. ഞാനിപ്പോൾ എത്തിയത് ഒരു 2:30 മണി ആ ഒരു ടൈമായിരുന്നു. അതുകൊണ്ട് തന്നെ നല്ല ചൂടുണ്ടായിരുന്നു, എന്നാൽ അതിനനുസരിച്ചിട്ടുള്ള കാറ്റും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ പറഞ്ഞുതരാം, സൺഫ്ലവർ എന്ന് വെച്ചാൽ ഒരുപാട് വലിയ സൺഫ്ലവർ ഒന്നുമല്ല കേട്ടോ. നമ്മുടെ മീഡിയം സൈസുള്ള സൺഫ്ലവറാണ് ഇവിടെ ഉള്ളത്. ഇത്രയും വലിയ സ്ഥലത്ത് 2 പാർട്ടായിട്ടാണ് ഇത് കൃഷി ചെയ്യുന്നത്. ഇവിടെ എഴുതി വെച്ചിന് പൂവ് പറിക്കരുത്, അതുപോലെ തന്നെ ഉള്ളിലൊന്നും കയറരുതെന്ന്. പക്ഷെ ഇതിവിടെ വഴിയുള്ളതുകൊണ്ട് ഞാൻ കയറിയില്ല കേട്ടോ. ഈ ഒരു ഉച്ച സമയത്ത് തന്നെ ഒരുപാട് ആൾക്കാർ ഇവിടെ കാണാൻ വരുന്നുണ്ട്, വിസിറ്റ് ചെയ്യാൻ, ഈ ഒരു സ്ഥലത്തെ പറ്റി അറിഞ്ഞിട്ട്. അങ്ങനെ നമ്മൾ അവിടുന്ന് ഇറങ്ങിയിട്ട് നേരെ പോയത് മാട്ടൂലാണ്. മാട്ടൂൽ പെറ്റ് സ്റ്റേഷൻ്റെ അടുത്തുള്ള ഈ ഒരു കഫേയിലാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഇവിടുന്ന് ഒരു എന്താ പറയുക, ഒരു 1/4 മണിക്കൂറത്തെ ഓട്ടം മാത്രമേ ഉള്ളൂ അവിടത്തേക്ക്. അവിടുന്ന് നല്ല മുളക ബജ്ജിയും അതുപോലെ തന്നെ കോളിഫ്ലവറൊക്കെ കഴിച്ച് അതുപോലെ തന്നെ അതും ഇതൊക്കെ എന്തെല്ലോ തിന്ന്, പിന്നെ ചിരണ്ടി ഐസ് കണ്ടേരം അതിന് ഇൻട്രസ്റ്റ് ആയിട്ട് അതും കഴിച്ചേട്ടാ.
അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വിശേഷം. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ഈ ഒരു സ്ഥലം നിങ്ങൾ വിസിറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വിസിറ്റ് ചെയ്യാം കേട്ടോ. നല്ലൊരു ഫോട്ടോസ് വീഡിയോസ് അതൊക്കെ എടുക്കാൻ പറ്റിയിട്ടുള്ള അടിപൊളി ലൊക്കേഷനാണ്. അപ്പോൾ ഫ്രണ്ട്സ്, വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ ഫ്രം മനൂസ് വേൾഡ്.